ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബിന്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഈ ഒരു വേളയിൽ നമ്മുടെയൊക്കെ ഇടയിൽ ഇപ്പം ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയത്തും മുസ്ലിമീങ്ങളിൽ തന്നെ ജനിച്ച, അവർക്കിടയിൽ തന്നെ മുസ്ലിമായി മുസ്ലിം നാമധാരികളായി വളർന്നുകൊണ്ടിരിക്കുന്ന പലരുടെയും നാവിൽ നിന്ന് വരുന്ന ഒരു സംസാരമാണ്, ഇസ്ലാം എന്നുള്ള എന്ത് അടങ്ങാറാണ്, ഏത് കാര്യത്തിലും ഭിന്നതകളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം മാലിക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ രണ്ടാളും പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ടാവുക. ഏത് വിഷയത്തിൽ, കൈകെട്ടുന്ന വിഷയത്തിൽ വരെ ഇങ്ങനെയാണ് എന്ന് തുടങ്ങി പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു പോയിന്റിലേക്കാണ് പല ആളുകളും എത്തി നിൽക്കാറുള്ളത്. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, ദീന് പഠിച്ചിട്ടാണോ നമ്മൾ ഈ ഡയലോഗ് ഇടുന്നത് എന്നുള്ളതാണ്. ദീന് കൃത്യമായി പഠിക്കാതെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ടും പല ശരികളുള്ളതായിട്ടും നമുക്ക് പല തോന്നലും വരും. ഒരു കാര്യത്തിൽ ഒരു ശരിയല്ലേ ഉണ്ടാകുള്ളൂ, സത്യല്ലേ? രണ്ടൂന്ന് ശരികളുണ്ട് എന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താ? നമ്മൾ അതിനു വേണ്ടി പഠനം നടത്തുന്നില്ല എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അത്വീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വ അത്വീഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അല്ലാഹുവിന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിക്കണം, വ ഉലുൽ അംരി മിൻകും, നിങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട, കൈകാര്യകർത്തം ഏൽപ്പിക്കപ്പെട്ട ഉലമാക്കളെയും നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്, ഉമറാക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് പറയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തുകയാണ്, ഭിന്നതകളിലേക്ക് എത്തുകയാണ് എങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഹിസ്ബിയത്ത് ഉണ്ടാക്കി രണ്ട് ഭാഗമായി നിൽക്കല്ല ചെയ്യേണ്ടത്. പള്ളിയിൽ ഉസ്താദ് പറയുന്നത് കേട്ട്, മൗലവി പറയുന്നത് കേട്ട് അത് തന്നെ ശരി എന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്കും വറസൂൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടക്കണം. ആ വിഷയം അള്ളാഹു എന്തു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്നിട്ട് പടച്ചോൻ പറയുന്ന വല്ലാത്ത വാക്കെന്താണെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, വ അഹ്സനു തഅവീല, അത് തന്നെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പള്ളിയിലേക്ക് സ്ത്രീകൾ വരാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളത് ഇപ്പോൾ പല ആളുകൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പം നമ്മൾ പുറമേ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് നായത്, എന്ത് ദീന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല അഭിപ്രായങ്ങളിലേക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ദീനിൽ നിന്ന് അകലാൻ വരെ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ മുസ്ലിം സമുദായത്തിലെ യുവാക്കളിൽ പല ആളുകൾക്കും ഇസ്ലാമിനോടൊരു വെറുപ്പ് വരാൻ, അല്ലെങ്കിൽ ഇഷ്ടം പോയി പോകാനുള്ള ഒരു കാരണം കൂടി സത്യത്തിൽ ഈ വിഷയമാണ്. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ സുപ്രധാനപരമായ ഒരു ഖുതുബയെ കുറിച്ച്, ഒരു വസിയ്യത്തായ വഅലിനെ കുറിച്ച് അദ്ദേഹം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ പ്രത്യേകത, ദറഫത് മിൻഹൽ അഅ്യുൻ, സ്വഹാബത്തിന്റെ കണ്ണുകളുടെ പ്രത്യേകത, അവരുടെ കണ്ണുകൾ നനയുകയാണ്, അഥവാ അവരുടെ കണ്ണുകൾക്ക് കരച്ചിൽ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. വവജിലത് മിൻഹൽ ഖുലൂബ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖുതുബ
അവിടെ കൂടിയ സ്വഹാബികളുടെ ഹൃദയം അത് ഉറപ്പിക്കാൻ തക്ക വിധത്തിലുള്ള അത്രയും ശക്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വഹാബികളിൽ ഒരാൾ ചോദിച്ചു എന്നാണ്, റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, കഅന്ന ഹാദാ മൗഇലതു മുവദ്ദിഇൻ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ റസൂലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഊസീകും ബിതഖ്വല്ലാഹ് വസ്സംഇ വത്താഅ, ഊസീകും, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു, വസിയത്ത് നൽകുന്നു, ബിതഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, വസ്സംഅ വത്താഅ, നമ്മൾ കേട്ട് മനസ്സിലാക്കണം ചില കാര്യങ്ങളൊക്കെ, വത്താഅ, ആ കേട്ട് മനസ്സിലാക്കിയതിനെ ജീവിതത്തിൽ അനുധാവനം ചെയ്യണം, അനുസരിക്കാനും നമുക്ക് കഴിയണം. വഇൻ അബ്ദൻ ഹബശിയൻ മുബദ്ദഅ, പരിപരുത്ത തലയുള്ള ഹബിഷക്കാരനായ എത്യോപ്യക്കാരനായ ഒരു അടിമയായിരുന്ന മനുഷ്യനാണ് നിങ്ങൾക്ക് ഇമാമായി വരുന്നത് എങ്കിൽ പോലും അയാളെ നിങ്ങൾ അനുസരിക്കണം, അയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടെയാണ് നമ്മുടെ വിഷയം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹോദരങ്ങളെ, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് അഭിപ്രായ ഭിന്നതകളെ നേരിടാൻ സാധ്യതയുണ്ട്, അവർ നേരിടും. അപ്പൊ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഫഅലൈക്കും, നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്, നിങ്ങളുടെ മേൽ ബാധ്യത എന്റെ സുന്നത്തും എന്റെ സ്വഹാബത്തിന്റെ സുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹിന്റെ റസൂൽ പറയുന്ന ഒരു വാക്ക് അല്ലു അലൈഹാ ബിൻ നവാജിദ് എന്നാണ്. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും സ്വഹാബത്തിന്റെ സുന്നത്തുകളും എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹോദരങ്ങളെ, ഇനി പറ, ദീനിൽ എന്തുകൊണ്ടായി ഇഖ്തിലാഫ്? ദീനിൽ ഇഖ്തിലാഫ് വരുമ്പോൾ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം? വളരെ വ്യക്തമാണ്. പിന്നെ നമ്മൾ അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, സമൂഹത്തിൽ ഉന്നതനായ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു, അയാളുടെ മകൾ ഇങ്ങനെ പറഞ്ഞു, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ബസ്. അങ്ങനെയാണോ നമുക്ക് അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ അങ്ങനെയാണോ നമുക്ക് നിലപാടെടുക്കാൻ സാധിക്കാറുള്ളത്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ്. ഷാഫി മദ്ഹബിലെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഈ വിഷയം കാണാൻ സാധിക്കുകയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഹദീസും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും തിരുസുന്നത്തിന്റെ ഹദീസുകളും വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സദസ്സിലേക്ക് അതിന് മറുപടി പറയാൻ കൊണ്ടുവരുന്നത് മദ്ഹബിന്റെ ഇന്ന കിതാബിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ന ഒരു അഭിപ്രായം ഈ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. നഊദു ബില്ലാഹ്. എവിടെയാണ് ഉമ്മത്തെ നമ്മൾ നിൽക്കുന്നത്? അവിടെയാണ് സഹോദരങ്ങളെ വ്യക്തമായി നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തർക്ക വിഷയം വരുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിലേക്ക് അത് മടക്കണം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ എവിടെയും ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകണമെന്നോ സ്ത്രീ പള്ളിയിലേക്ക് പോകണ്ട എന്നോ വ്യക്തമായ നിലക്ക് പരാമർശങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, ഒന്നാമത് ഖുർആനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത് എന്നും പള്ളിയുടെ പരിപാലനത്തിനായി അവരായിരുന്നു സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളത് വ്യക്തമായ ഒരു പരാമർശം വിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ കാഫിയത്തു ഷാഫിയ എന്ന് പറയുന്ന കവിതാ ശകലങ്ങളിലൂടെ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഒരു കവിത ഉണ്ട്. ആ കവിതയിലെ ഒരു ഭാഗത്ത് അവർ പറയുന്നുണ്ട്, അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല സ്വഹാബതു ഹും ഉലുൽ ഇർഫാനി. ദീനീപരമായ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഖാല അല്ലാഹ്, അത് അല്ലാഹു പറഞ്ഞതാ, അഥവാ ഖുർആനിലുള്ളതാ. ഖാല റസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഖാല സ്വഹാബതു ഹും ഉലുൽ ഇർഫാനി, മാത്രമല്ല സ്വഹാബത്ത് പറഞ്ഞതുമാണ് ദീനിയായ അറിവ്. എന്തുകൊണ്ട്? ഹും ഉലുൽ ഇർഫാനി, അവർക്കാകുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകളും ഈ ഹദീസുകളും ഒക്കെ
പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും നോക്കണ്ട. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള വലിയ വലിയ അക്കാലത്തെയും ഇക്കാലത്തെയും വലിയ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്ന വിഷയമാണ്, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടോ, പിന്നെ അത് സ്വഹീഹാണോ ലൈഫാണോ ഹസനാണോ എന്ന് നോക്കേണ്ടതില്ല. പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന വിഷയമാണ്. ഉസൂലുൽ ഹദീസ് പഠിച്ച ഏതൊരാൾക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്കുണ്ടാവും ബുഖാരിൽ എന്താ തോട്ടിച്ചാട്, നാവ് അറത്തിട്ട് കുപ്പിയിലിട്ട് വെക്കണം, എന്നിട്ട് നാലാക്ക് കാണിച്ചു കൊടുക്കണം. അത്ര ഗൗരവമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിൽപ്പെട്ട ചില ആളുകൾ നാക്ക് പൊന്തിക്കുകയാണ്. അതിന്റെ ഒരു ബുഖാരി എന്ന് പറഞ്ഞിട്ട് നഊദു ബില്ലാഹ്, എന്ത് നന്ദി കെട്ട വാക്കാ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തതിന്റെ 100ൽ 1 വേണ്ട, അതിൽ പോയിന്റ് 1 നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറയുന്നതിനൊരു ഉളുപ്പെങ്കിലും ഉണ്ടാകും, ഒരു മാന്യത നമുക്ക് അതിൽ പറയാൻ കഴിയും. അതുകൊണ്ട് പഠിക്കണം. എന്താണ് ഇൽമ്, എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ് എന്നുള്ളത് പഠിക്കണം. ഞാൻ ഒരല്പം ഗൗരവത്തിൽ ഈ വിഷയം പറയാൻ കാരണം അത്രയധികം നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സംസാരം. ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദ് ഫഅദനൂ ലഹുന്ന, രാത്രി സമയത്ത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിലേക്ക് പോകട്ടെ എന്ന് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ഫഅദനൂ ലഹുന്ന, അവർക്ക് നിങ്ങൾ ഇതിന് അനുവാദം നൽകണം, പെർമിഷൻ നൽകണം. ഇതാരാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിൽ അദ്ദേഹം സ്വഹീഹായ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തന്നെ ഉദ്ധരിക്കുന്ന ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമുള്ള ഒരു ഹദീസാണ്. ഇദസ്തഅദനകും നിസാഉകും ഇലൽ മസാജിദ് ഫഅദനൂ ലഹുന്ന, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെർമിഷൻ കൊടുക്കണം. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറയുന്ന നിലപാട്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഖൈറുൽ ലഹുന്ന ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് ഹദീസിലുണ്ടല്ലോ. എന്താണ് ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞാൽ? അവരുടെ വീടുകളാകുന്നു അവർക്ക് ഏറ്റവും ഉത്തമം. സ്വഹീഹ് ഹദീസാണ്, ഒരു സംശയവുമില്ല. എന്താണ് അവിടെ വിഷയം? ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓരെ തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ അടിയാത്തികൾ നിങ്ങളോട് പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ ലാ തംനഉ, നിങ്ങൾ തടയരുത്, നിങ്ങൾ തടയരുത്. ഇത് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയാണ്. ഇനി പറയാൻ കഴിയണം നമുക്ക് എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്നുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നേരത്തെ സൂചിപ്പിച്ച ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണല്ലോ. മുത്തബിഉ സുന്ന, സുന്നത്തിന്റെ അനുധാവകൻ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനായ ബിലാലും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ലാ തംനഉ അൻ-നിസാഅ ഹുലൂലഹുന്ന മിനൽ മസാജിദ് ഇദസ്തഅനകും. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പള്ളിയിലേക്ക് പോകുന്നതിനെ തൊട്ട് തടയാൻ പാടില്ല. നിങ്ങൾക്ക് അഥവാ അവർ അനുവാദം നൽകുകയാണ് എങ്കിൽ നിങ്ങൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ബിലാൽ പറയുന്നുണ്ട്, വല്ലാഹി, അല്ലാഹുവാണ്, ലനംനഉഹുന്ന, തീർച്ചയായും നാം സ്ത്രീകളെ തടയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിലാലേ, മോനെ, ഞാൻ നിന്നോട് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ്. വതഖൂലു അൻത ലനംനഉഹുന്ന, അത് കേട്ടയുടനെ ബിലാലെ നീ പറയുന്നത് എന്താ? നീ അവരെ തടയുമെന്നോ?
എന്ത് ധിക്കാരമാണ് എന്ന അർത്ഥത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വളരെ ശക്തമായി മകനോട് പഠിപ്പിക്കുന്നതായി ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുബ്ഹി നിസ്കാരത്തിൽ പോലും സ്വഹാബ വനിതകൾ പള്ളികളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉത്തമം അവസാനത്തെ സൊഫാണ് എന്ന്. വീട്ടിൽ സൊഫുണ്ടോ? പള്ളിയിൽ വരുന്ന സമയത്ത് റിജാൽ അഥവാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉത്തമമായ സൊഫ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ സൊഫാണ്. മാത്രവുമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഉത്തമമായ ഖൈറായ സൊഫ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നത് ഏറ്റവും അവസാനത്തെ സൊഫാണ്. അതിന്റെ ഇടയിൽ കുട്ടികൾ നിന്നിരുന്നു എന്നും ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എവിടേക്കാണ് പിന്നെ പുരോഹിതന്മാർ നമ്മുടെ ഉമ്മത്തിനെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അഭിപ്രായ വ്യത്യാസം വരൂല എന്നല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൈകെട്ടുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിനെന്താ ചെയ്യേണ്ടി? നമ്മൾ പഠിക്കണം സത്യസന്ധമായിട്ട്. ഇവിടെ എത്ര ആളുകൾക്ക്, ഞാനും നിങ്ങളും അടങ്ങുന്ന നമുക്ക് എത്ര ആളുകൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അള്ളാന്റെ ദീന് വേണ്ടത്ര ഒരു ഗൗരവം കൊടുത്തിട്ട് പഠിക്കലുണ്ട് എന്നുള്ളത്? ആഴ്ചയിൽ ഒരു ഖുതുബ കേൾക്കുന്നതിനപ്പുറം ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ ക്ലാസ്സിനോ ഒരു ഹദീസ് ക്ലാസ്സിനോ എങ്കിലും ഏറ്റവും മിനിമം അതിനെങ്കിലും പോകുന്ന എത്ര ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്? ഇതൊന്നും നമ്മൾ ചെയ്യൂല. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 കാര്യങ്ങളില്ലാത്ത എല്ലാവരും നഷ്ടക്കാരാണ് എന്ന് സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം. ഒന്നാമതായി പറയുന്ന എന്താ നിബന്ധന? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. വിശ്വാസം വേണമെങ്കിൽ ഇൽമു വേണം. ഇൽമുണ്ടോ നമുക്ക്? രണ്ടാമത് പറയുന്ന അമലുസ് സ്വാലിഹാത്ത് ചെയ്യണമെങ്കിൽ ഇൽമു വേണം നമുക്ക്. നമുക്കുള്ള ഇൽമ എന്താ? കുറെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും കിട്ടുന്ന കുറെ തോണ്ടിയും നേണ്ടിയും കിട്ടുന്ന കുറെ സാധനങ്ങൾ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള എത്ര അറിവുകൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഉറപ്പുവരുത്താൻ കഴിയാറുണ്ടോ നമുക്ക്? അള്ളാഹിന്റെ കിതാബിനോടുള്ള നമ്മുടെ ബാധ്യത, കടമകൾ പൂർത്തീകരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയാറുണ്ടോ? ഇതൊന്നും കഴിയാതെ പിന്നെ എങ്ങനെയാ നമുക്ക് ദീനിനെ വിമർശിക്കാൻ കഴിയുക? നഊദുബില്ലാ. വല്ലാത്ത അക്രമാണത്. നമ്മളോട് തന്നെ ചെയ്യുന്ന അക്രമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീന് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് പൗരോഹിത്യം കെട്ടിപ്പായും, ഒരു സംശയവും വേണ്ട. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സമസ്ത പള്ളികളിൽ മലയാള ഖുതുബ തുടങ്ങിയിട്ടുണ്ടല്ലോ. മലയാള ഖുതുബ നടത്തൽ പാടില്ല, അവിടത്തേക്ക് പോയാൽ ജുമാ കൊളാകും, ഹറാമാണ് എന്നൊക്കെ ഫത്വ കൊടുത്തിരുന്ന പലരും അവരുടെ പള്ളികളിൽ ഇന്ന് മിമ്പറുകളിൽ നിന്ന് വരുന്നത് മലയാളത്തിലുള്ള ഖുതുബകളാണ്. എന്തുകൊണ്ട്? ചോദ്യങ്ങൾ അവിടെ ഉയർന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ചിട്ട് വളരെ കൃത്യമായി അവിടുത്തെ ആളുകൾ ചോദിച്ചു. നിങ്ങൾ ഓരോന്നും ചോദിക്കണം, പഠിക്കണം. പഠിച്ചതിന് ശേഷം വളരെ കൃത്യമായി പ്രമാണബദ്ധമായി പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അള്ളാന്റെ ദീനല്ലേ സഹോദരങ്ങളെ ഇത്? ഇതെങ്ങനെ ഒരാൾക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു വസ്തുവായി വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയോ? അള്ളാഹുവിന്റെ ദീനായി ഇത് ഒരാൾക്കും കളിപ്പാട്ടായിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇൽമിന്റെ വിഷയത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ പൗരോഹിത്യത്തിന് സാധിക്കാത്ത അത്രയും ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കേണ്ടതുണ്ട്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ വളരെ സുദൃഢമാക്കണം. ഹദീസ് പഠിക്കണം. നമ്മൾ ഹദീസിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അതിനപ്പുറത്തേക്ക് അത് സുന്നത്തല്ലേ, അത് ചെയ്യേണ്ടല്ലോ എന്ന ഒരു ഭാഷ നമ്മൾ ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തി നല്ല ഒരു മുസ്ലിമത്തുമായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحابته ومن تبعهم بإحسان إلى يوم الدين أما بعد يا عباد الله اتقوا الله. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി നല്ല ഒരു മുസ്ലിമായി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
നിസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കും. അപ്പോൾ സ്ത്രീകളുടെ കൂടെ വന്ന കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുമ്പോൾ ലൗലാ അൻ അശുഖ്ഖ അലാ ഉമ്മിഹി, ആ കുട്ടികളുടെ ഉമ്മമാർക്ക് അവരുടെ പ്രയാസത്തെ ഓർത്തുകൊണ്ട് ഞാൻ നിസ്കാരം ചുരുക്കുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. സഹോദരങ്ങൾ, എത്ര ഹദീസ് വേണം നമുക്ക്? 100 ചില്ലാണം സ്വഹീഹായ ഹദീസുകൾ മാത്രം ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത്. എന്തിന്? ദീന് മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ റമളാൻ വരികയാണല്ലോ. റമളാനുമായി ബന്ധപ്പെട്ട് മസ്അലകൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ഹദീസുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ ബീവി പറയുന്ന ഒരു വിഷയം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, വഫാത്തിന് ശേഷം അവിടുത്തെ പത്നിമാർ ഇത്തിക്കാഫിന് പോയിരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? വീട്ടിൽ ഇത്തിക്കാഫ് ഉണ്ടോ? വീട്ടിൽ ഇത്തിക്കാഫ് ഉണ്ടോ? ഇല്ല. ഇത്തിക്കാഫ് എവിടെയാണ്? പള്ളിയിലാണ്. നിസ്കാരം ഇല്ലാത്തൊരു സ്ത്രീക്ക് പള്ളിയിൽ വരാൻ പറ്റുമോ? പറ്റൂല. ചർച്ചകൾ മനസ്സിലാക്കണേ. അപ്പൊ ഇത്തിക്കാഫിന് വരെ ഒരു സ്ത്രീക്ക് പള്ളിയിൽ ഇരിക്കാമെങ്കിൽ ആ ഇത്തിക്കാഫിന്റെ ഇടയിലുള്ള നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ നിന്നാണ് ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്നാണല്ലോ. അപ്പൊ അത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിന് പുറത്തേക്ക് പോവുക, എന്നിട്ട് വീണ്ടും നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റൊക്കെ ചൊല്ലി പള്ളിയിലേക്ക് വരിക, എന്നിട്ട് ഇത്തിക്കാഫ് ഫുള്ളാക്കുക. അങ്ങനെ ഉണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പൗരോഹിത്യത്തിന്റെ ഒരു ടൂള് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്നത് ചിലരുടെ ഒരു ടൂള് മാത്രമാണ്. എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മക്കത്തെ മുശ്രിക്കുകൾ പോലും പറയാത്ത, അവർക്ക് പോലും വിശ്വാസമില്ലാത്ത അത്രയും മതപ്പതിച്ച ശിർക്കൻ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന, ഇസ്ലാമിനെ പരിപൂർണമായും കരിവാരിത്തേക്കാൻ വേണ്ടി ജീവിക്കുന്ന, അതിനു വേണ്ടി തയ്യാറായി ജീവിതം തന്നെ ഉരുത്തിരിഞ്ഞ് വെച്ച കുറച്ച് ആൾക്കാർ, അവർ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ മുശ്രിക്കുകളാണ്, അതുകൊണ്ട് ഞങ്ങളെ അനുസരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓരോരുത്തരും മണ്ടും. ഉറപ്പല്ലേ? ആരെങ്കിലും ഉണ്ടാവും. പിന്നെയോ, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ, ഞങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുടെ ഹോൾസെയിൽ ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് സുന്നത്ത്, ഞങ്ങൾ താടി വെക്കാത്തൊന്നും നോക്കണ്ട, ഞങ്ങൾ നെര്യാണിക്ക് താഴേക്ക് പെയിന്റ് ധരിക്കുന്നതും നോക്കണ്ട, ഞങ്ങൾ ദിക്ർ ചൊല്ലാത്തത് നോക്കണ്ട, ഞങ്ങൾ ഇത്തരം സ്വലാത്തുകളും ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, ഇതാണ് ശരിക്കുള്ള സുന്നത്ത്, ബാക്കിയുള്ളതൊക്കെ വഹാബികളാണ് എന്ന് പറഞ്ഞ് ചില ചാപ്പകൾ അങ്ങ് കുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആളുകൾ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇൽമുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയൂല. തെറ്റിദ്ധരിപ്പിക്കലും അതേപോലെ തന്നെ അർദ്ധസത്യങ്ങളും കൂട്ടിക്കുഴച്ചുകൊണ്ട് പൗരോഹിത്യം പാമരരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബദർ എന്തിനാ നടന്നത്? ഇത് മാത്രം സൂചിപ്പിച്ചതിന് ശേഷം ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാം. ബദർ യുദ്ധം എന്തിനായിരുന്നു നടന്നത്? ആര് തമ്മിലായിരുന്നു നടന്നത്? മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും തമ്മിലായിരുന്നു ബദർ യുദ്ധം നടന്നത്. വിഷയം അവിടെ ക്ലോസ് ആയി. എന്താ മുശ്രിക്ക് എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ സിഎമ്മിനെയും ബദരീങ്ങളെയും അതേപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ പോലെ തന്നെ അന്ന് ലാത്തയെ വിളിക്കുന്ന, ഉസ്സയെ വിളിക്കുന്ന, മനാത്തയെ വിളിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. തൗഹീദുർ റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ, രക്ഷാകർതൃത്വം അള്ളാഹുവിന് മാത്രമാണ് എന്ന വിഷയത്തിൽ അവർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മഴ പെയ്യിപ്പിക്കുന്നത് ആരാ എന്ന ചോദ്യത്തിന് അവരും പറയുമായിരുന്നു ഇത് അള്ളാഹുവാണ് എന്ന്. ആരാണ് ഈ ഭൂമിയെയും ആകാശലോകങ്ങളെയും എല്ലാം പടച്ചു പരിപാലിക്കുന്നത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്, എന്താ? അള്ളാഹുവാണ് എന്ന്. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച ആൾക്കാർ ഓല് മുസ്ലിങ്ങളാണോ? ഓല് ചിന്തിക്ക്. ഓലെ മുശ്രിക്കുകൾ എന്നാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. എന്താ ഓല് ചെയ്ത തെറ്റ്? അള്ളാഹുവിൽ വിശ്വാസം ഇല്ലായിട്ടാണോ? അല്ല, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ തന്നെ അവർ മറ്റുള്ളവരെ ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പറയുന്ന ആൾക്കാരാരാ? സാലിഹീങ്ങളായി മരിച്ചുപോയ മഹത്തുക്കളായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതെന്നല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്. അബുൽ ഹയ്യാജ് അൽ അസദി എന്ന് പറയുന്ന ഗവർണറായിട്ടുള്ള അദ്ദേഹത്തോട് അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അബുൽ ഹയ്യാജ്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്നൊരു ഡ്യൂട്ടി ഞാൻ താങ്കൾക്ക് ഏൽപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, താങ്കൾ ഒരു വിഗ്രഹത്തെയും തകർക്കാതെ വിട്ടേക്കരുത്. രണ്ടാമത് പറഞ്ഞു, ഒരു ചാണിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബറും അബുൽ ഹയ്യാജ് നീ തകർക്കാതെ വിടരുത്, തട്ടി നിരപ്പാക്കാതെ വിടരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്ന് പാറപ്പള്ളിയിൽ മഖാമുണ്ടാകോ? ഇന്ന് ഭീമാപ്പള്ളിയിൽ മഖാമുണ്ടാകോ? ഇന്ന് ദർഗകൾ ഉണ്ടാകോ? ഇന്ന് ജാറുകൾ ഉണ്ടാകോ? കുടീരങ്ങൾ ഉണ്ടാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്താണ് ഇസ്ലാം, എന്തല്ല ഇസ്ലാം എന്നുള്ളത് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23ഓളം വർഷക്കാലയളവ് കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ വളരെ കൃത്യമായി പഠിപ്പിച്ചു വന്നു. അത് മാത്രമാണ് ദീൻ. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല സ്വഹാബത്തു ഹും ഉലുൽ ഇർഫാനി. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ പ്രമാണബദ്ധമായി തഖ്ലീദ് കൊണ്ടല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടിപ്പിടിച്ച് അതെന്നെ ദീന് എന്ന് പറഞ്ഞല്ല, തഖ്ലീദ് അല്ല, ലാ ബിത്തഖ്ലീദ്. പിന്നെയോ പ്രമാണങ്ങൾ കൊണ്ട്, ബിൽ അദില്ല, അള്ളാഹിന്റെ കിതാബ് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും ദീനിനെ മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. പരന്ന വായനകൾ വരട്ടെ, ഒരുപാട് ചിന്തകൾ നമ്മുടെ ഇടയിൽ നിന്ന് വരട്ടെ. കൃത്യമായി ദീനിനെ മനസ്സിലാക്കി അതുപ്രകാരം ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ദീനീ വിഷയങ്ങളിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനുള്ള ചെറിയ ഒരു ത്യാഗമെങ്കിലും സഹിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ ഒക്കെ പള്ളികളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ഇടയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിഷയങ്ങളൊക്കെ തിരുത്തി ഇനി നല്ല ഒരു മുസ്ലിമത്തായി ജീവിക്കാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.